നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി നെന്മാറ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ വിവിധങ്ങളായ ചടങ്ങുകൾ നടന്നു. എഴുത്തിനിരുത്താനായി രാവിലെയാണ് കുട്ടികളെയും കൊണ്ട് രക്ഷിതാക്കൾ എത്തിയത്. അജു തിരുമേനിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ക്ഷേത്ര പരിസരത്ത് വാഹനപൂജയും ഉണ്ടായിരുന്നു. തുടർന്ന് ക്ഷേത്രാങ്കണത്തിൽ പഞ്ചവാദ്യം, പാണ്ടിമേളം എന്നിവ ഉണ്ടായി. പത്ത് ദിവസങ്ങളിലായി സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിച്ച കലാകാരന്മാരെ ആദരിച്ചു. ചടങ്ങ് ദേവസ്വം ഓഫീസർ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രത്തിൽ നല്ല രീതിയിൽ ഇതിനു മുമ്പ് എനിക്കിവിടെ ചാർജ് എടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റ് വീട്ടിലെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാനന്ന് അത് ക്യാൻസൽ ചെയ്ത് മാറിപ്പോയതാണ്. ഇപ്പോൾ നിങ്ങളുടെ അവസരം കിട്ടി. അപ്പോൾ ഞാനത് ഇവിടെ ഒരു ചാർജ് ഇട്ടിരിക്കുകയാണ്. ഭക്തജനങ്ങളുടെയും കമ്മിറ്റിക്കാരുടെ എല്ലാ സഹകരണങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. എൻ്റെ ഭാഗത്തുനിന്നും ക്ഷേത്രത്തിൻ്റെ നല്ല പ്രവർത്തിക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പറയുന്നു. കെ ബാബു അധ്യക്ഷനായി. സെക്രട്ടറി കെ പി കേശവദാസ്, റോഷിത് പി യു ചാമക്കുട്ടൻ, അജിത് കുമാർ, സ്മിത, സുനിത എന്നിവർ പ്രസംഗിച്ചു. കിഴക്കഞ്ചേരി തിരുവറ മഹാദേവ ക്ഷേത്രത്തിലും വാഹനപൂജ നടത്തി. നിരവധി പേർ വാഹനപൂജയ്ക്കായി എത്തിയിരുന്നു. കിഴക്കഞ്ചേരി മമ്പാട കറ്റിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലും വാഹനപൂജ നടന്നു. നവരാത്രി മഹോത്സവ സമാപനത്തോടനുബന്ധിച്ച് മുടപ്പിലൂർ അഴീക്കുളങ്ങര ക്ഷേത്രത്തിലും വിവിധങ്ങളായ ചടങ്ങുകൾ ഉണ്ടായിരുന്നു. നമ്മൾ എഴുതുന്നത് ഓം ഹരിശ്രീ ഗണപതിയെ നമഃ എന്നാണ്. അത് ഞാൻ പറയുന്ന വേഗത്തിൽ പതുക്കെ സാവകാശത്തിൽ എഴുതിയാൽ മതി. ഞാൻ പറയാം, അതിനോടനുബന്ധിച്ച് എഴുതി തുടങ്ങിക്കോളൂ. ഓം ഓ ദീർഘം ഓം ഹരി ഹരി ശ്രീ. റിട്ടയർഡ് പ്രിൻസിപ്പൽ എൻ ചെന്താമരാക്ഷൻ എഴുത്തിനിരുത്തലിന് നേതൃത്വം നൽകി. നിരവധി കുരുന്നുകൾ രക്ഷിതാക്കൾക്കൊപ്പം എത്തിയിരുന്നു. വാഹനപൂജയുമുണ്ടായി.